ഡു യു നോ ഹൗ മിഡിൽ ക്ലാസ് ലൈഫ് ലുക്സ് ലൈക്ക് ഇൻ ദുബായ്? സിംഗിൾസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ, ബിക്കോസ് ഞാനത് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മാരീഡ് അല്ലല്ലോ. എൻ്റെ അറിവിൽ മാരീഡ് ആയവർക്ക് ഇതിനേക്കാൾ കഷ്ടപ്പാടാണ് കേട്ടോ. ഡെയിലി 9 to 6 ജോബ്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അന്നത്തേക്കുള്ള കുക്കിംഗ്, പിന്നെ നെക്സ്റ്റ് ഡേക്കുള്ള അയണിങ്, വാഷിങ്, ക്ലീനിങ്, കുളിക്കുക, നനയ്ക്കുക, ബാക്കി പരിപാടികളൊക്കെ ചെയ്യുക, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ആ ഡേ എന്തായിട്ടുണ്ടാവും. നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ എണീറ്റ് വീണ്ടും റിപ്പീറ്റ്. ഇതാണ് ബേസിക്കലി ഇവിടുത്തെ ലൈഫ്. ഇതിപ്പോൾ എല്ലാ പ്രൊഫഷണൽസിൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെയല്ലേ എന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിച്ചത്? പക്ഷെ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദുബായ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ ഉള്ളിൽ ഫീൽ ആവണ ആ ലക്ഷറി ഇല്ലേ, ആ ലക്ഷറി ശരിക്കും ഇവിടെ ജീവിക്കണ എല്ലാവരുടെയും ലൈഫിലില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റും. സോ ഇടയ്ക്കൊക്കെ ഒരു ലക്ഷറി ഫീൽ ചെയ്യണമെന്ന് നമുക്കും തോന്നില്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ. സോ അങ്ങനെ ലക്ഷറി ഫീൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ പോകുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോന്നിട്ടുള്ളത്, ദുബായ് മോൾ. വിസ്തൃതിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മോൾ. 12 million square meters ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. സോ പിന്നെ ഏറ്റവും വലുതാണെന്ന് പറയുന്നതിൽ അത്ഭുതമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എത്രയോ വർഷം മുന്നേ മരിച്ചു പോയ ഒരു ഡൈനോസറിൻ്റെ അസ്ഥികൂടം മുതൽ വെള്ളച്ചാട്ടം വരെ ഉണ്ട് ഇതിനകത്ത്. അതുപോരെങ്കിൽ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും ഇതിനകത്ത് കിട്ടും, എല്ലാ കടകളും ഇതിനകത്തുണ്ട്. ലക്ഷറി നോക്കിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദുബായ് മോളിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ദുബായിലില്ല. ഇനി അതുപോട്ടെ കുറച്ച് സൈലൻ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതിനും ഇവിടെ വരാം. അങ്ങനെ ആളുകൾ വരാറുണ്ട് കേട്ടോ ഇവിടെ. അത് പക്ഷേ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് അല്ല, കുറച്ചും കൂടെ ഒക്കെ ഒരു ലക്ഷറി ലൈഫ് ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കൊക്കെ കമ്പനി കൊടുക്കാൻ ഇടയ്ക്ക് നമ്മളും പോയിരിക്കും. പിന്നെ ഒരു രക്ഷയില്ലാത്ത ബാത്റൂംസും അതിൻ്റെ ഇൻറ്റീരിയേഴ്സും, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ലക്ഷറി ഫീൽ കിട്ടും. മോളിക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ ചർച്ചയായിട്ടോ, ഇനിയിപ്പോൾ ഇത് കൂടെയൊക്കെ നടന്ന് ഇതൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങളെയും കൂടെയൊക്കെ കാണിച്ച് അങ്ങനെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മോള് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. ഈ 12,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. എന്നാലും മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നും മിസ്സാക്കിയിട്ടില്ല. ഡൈനോസറിന് എടുത്തിട്ടുണ്ട്, വെള്ളച്ചാട്ടം എടുത്തിട്ടുണ്ട്, സ്നോ സ്കേറ്റിംഗ് എടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഞാൻ മിസ്സായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദുബായ് മോള് കണ്ടിട്ടുള്ളവർ എന്നോട് പറഞ്ഞു തരിക. അടുത്ത തവണ പോകുമ്പോൾ ഞാൻ അതും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. എപ്പടി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ മെട്രോയിലാണ് ഇങ്ങോട്ട് വന്നത്. സോ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ദൂരം നടക്കാനുണ്ട് ഇങ്ങോട്ട് ദുബായ് മോളിലേക്ക് എത്തണ വരെ. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ദുബായ് മോളുടെ ഒരു എൻട്രൻസിലെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എമിറാത്തീസ് മാത്രമേ ഉള്ളൂ. കുറേ എമിറാത്തീസിനെ കണ്ടു ഞാൻ. പക്ഷെ നമ്മളൊന്നും ലക്ഷറിക്കല്ലേ, അതുണ്ട്. സംഗതി ഇനിയിപ്പോൾ എന്ത് ലക്ഷറിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുറേ ദൂരം നടക്കുമ്പോൾ കാല് വേദിക്കും. അപ്പം ഞങ്ങൾക്കും കാല് വേദിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്നു ഒരു സൈഡിൽ വിത്ത് കുറച്ച് ഫണ്ണി ടോക്സ്. സ്ഥലം മാറി അല്ല പറഞ്ഞത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണതിന് ഒരു 100 കൊല്ലം മുമ്പ് ഇറക്കിയ ബ്രാൻഡാണ്. ദുബായ് മോളിൽ വന്ന അല്ലറ ചില്ലറ വിൻഡോ ഷോപ്പിംഗ് പ്ലസ് കുറച്ച് ഫോട്ടോ എടുപ്പ് ഈസ് മാൻഡേറ്ററി. അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഷോപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തൊരു രസമല്ലേ, ഇങ്ങനെയൊക്കെ വേണം ഇന്റീരിയേഴ്സ് ആണെങ്കിലും സെറ്റ് ചെയ്യാൻ ഒരു വീടൊക്കെ വെക്കുന്ന സമയത്ത്. ആ കസേരയിലൊന്ന് പോയി ഇരുന്നാലോ എന്ന് ഞാൻ അന്ന് ആലോചിച്ചു, പിന്നെ വേണ്ടാച്ചു. പിന്നെ ഇത് ആ സൈഡിൽ കൂടെ കാണുന്ന വാട്ടർഫോൾ കണ്ടോ, അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ദുബായ് മോളിനകത്തുള്ള വാട്ടർഫോള്. സോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ അടുത്ത കാണാനുള്ള സ്ഥലമുണ്ട്. അതുവരെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് തീർന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാനിത് തിന്നല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഗൈസ്. നടന്ന് അവിടെ എത്തിയിട്ടില്ല, ഇപ്പൊ എത്തും, ഒരു 2 minutes കൂടെ. ഈ മോളിൽ കയറിയതിനു ശേഷം ഏറ്റവും കളർഫുള്ളും വൈബ്രന്റും ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടത് ഇതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നടന്നു വേഗം. പക്ഷെ എന്നാലും ഈ സ്ഥലം എങ്ങനെ കാണാനുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരണം എന്നുള്ളത് പോലെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു മരം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫർ ഉണർന്നു ഗൈസ്. അപ്പം ഞാനൊരു വീഡിയോ ഇവിടുന്നും കൂടെ ഈ ആംഗിളൊന്നും കൂടെ എടുത്തു വെച്ചു. ഇതും കാണാൻ നല്ല രസമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ഞാനിപ്പോൾ ഈ നോക്കി നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കപ്പുകളാണ്. 4500, 4999 AED വരെ വിലയുള്ള കപ്പുകളായിരുന്നു അതൊക്കെ. ഇതിനൊന്നും വില ഞാൻ ചോദിച്ചതന്നല്ല, എന്തിനാ വെറുതെ. പിന്നെ അടുത്ത ലക്ഷറി, വാവ്, വീണ്ടും കളം. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി.
അപ്പോൾ ഇതാ ഫ്രണ്ട് തന്നെ നിന്ന് ഫോട്ടോ എടുക്കണം ഒരു ചേട്ടനും ചേച്ചിയും. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവരൊരു ഫാമിലി ആയിട്ട് കുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് വന്നതായിരുന്നു. ഇത് മോശമല്ലേ, ഇത് നോക്കാനൊന്നും പാടില്ല കേട്ടോ. ഞാനോ ചെയ്തു, നിങ്ങളാരും ചെയ്യാൻ നിൽക്കരുതേ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഡൈനോസറിൻ്റെ സ്കെലിട്ടൺ. ഇതിൻ്റെ തല നോക്ക്, എന്ത് ചെറുതാണ്. നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ തല ഇതിനേക്കാൾ വലുപ്പല്ലേ. പക്ഷെ ഇതിൻ്റെ മാംസമൊക്കെ വരുമ്പോൾ ഇതിനെ കുറച്ചുകൂടെ വലുതാവുമായിരിക്കും ഗൈസ്. പക്ഷെ ഭയങ്കര ജയൻ്റാണ് സംഭവം. ഈ പൈസ കൊടുത്ത സമാധാനം കിട്ടില്ല പറയില്ലേ. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാം ഗൈസ്. ഇനി നമ്മുടെ സ്നോ സ്കേറ്റിങ്. ഇവിടെ വരുന്നത് തന്നെ ഞാൻ ആൾക്കാർ വീഴുന്നത് കാണാനാ. നോക്കിപ്പോൾ നടുവ് കൂടെ പോണ ചെക്കനില്ലേ, അവനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വീഴും. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. സംഭവം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഞാനൊരു സാഡിസ്റ്റ് ആണോ? അപ്പം ഞാൻ പറയും ഞാൻ സാഡിസ്റ്റ് അല്ല. ഈ വീഴുന്നവരൊക്കെ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും പോവും. അത് കാണാൻ ഒരു രസമല്ലേ. അപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ എന്നെ പറഞ്ഞു തോൽപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇതാണ് ഗൈസ് ആ വെള്ളച്ചാട്ടം. സൂപ്പർമാൻ വരെ ചാടുന്ന ആ വെള്ളച്ചാട്ടം. ഇതിപ്പോൾ ഇത്ര മാത്രമല്ല ഉള്ളൂ കേട്ടോ. ഇതൊരു റൗണ്ട് ഷേപ്പിലാണ്. ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ എടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ചെറിയ പോർഷൻ കണ്ടില്ലേ, അത് ഇതിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ. സോ ഇത് ഭയങ്കര വലുതാണ്, ഈ കാണുന്നത്ര ചെറുതല്ല. ഇത് നമ്മുടെ അക്വേറിയം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ദുബായ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന ഏറ്റവും എന്താ പറയുക അടിപൊളിയായിട്ടുള്ള കാഴ്ച എന്താണ്? യെസ്, ഇറ്റ്സ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ അടുത്തുള്ള മോളാണ് കേട്ടോ ഈ ദുബായ് മോള്. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ? എന്നാൽ പറഞ്ഞോളൂ. ലാസ്റ്റ് വാട്ടർ ഷോപ്പ് ഉണ്ടാവും. വേഗം പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ പോയതാ. അപ്പോൾ നോക്കുമ്പോൾ ഇതാ എല്ലാം കൂടെ മറച്ചു വെച്ചിരിക്കണു. വൈ ഇന്ന് വാട്ടർ ഷോ ഇല്ലാത്രേ. അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കണം. അപ്പം നിങ്ങൾ കുറച്ച് നേരം ബുർജ് ഖലീഫ കാണും. കഴിഞ്ഞ ദിവസം ദുബായ് മോളിൽ ഇതേപോലെ ഏതോ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ച എല്ലാവരുടെയും ബില്ല് നമ്മുടെ ഫസ, അതായത് ദുബായിലെ പ്രിൻസ് കൊടുത്തു അത്രേ. ആളുടെ ബില്ല് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ കൊടുത്തു വന്നു പുള്ളി. ഞങ്ങളും അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഇന്ന് ഫസയും വന്നില്ല, ആരും വന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. ആ ബില്ല് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഫീൽ ചെയ്യും ലൈഫിൽ അത്രയ്ക്ക് ലക്ഷറി ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ശരി എന്നാ.